ഇലക്ഷൻ അടുത്തു. വർഗീയ പ്രീണനങ്ങൾ ഒരുപാട് നടക്കുന്നു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്തു, അത് നടപ്പാക്കണം, അത് നടപ്പാക്കുന്നു. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ ഒരു വിഭാഗത്തിനെ ഇതുവരെ ഇല്ലാത്ത സ്നേഹമാണ് ഇപ്പം വന്നേക്കുന്നത്. അവരെ ഇപ്പോൾ അങ്ങ് വളരെ ഇഷ്ടമാണ്. അവരെ ഒന്ന് പ്രീണിപ്പിക്കാനുള്ള ഒരു ഒരുക്കം. അതുപോലെ ഓരോ വിഭാഗങ്ങളെയും, നായർ സമുദായത്തിനെയും അയ്യപ്പ വിശ്വാസികളെയൊക്കെ പ്രീണിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ഒന്നിലധികം ശ്രമം നടത്തി. ആഗോള അയ്യപ്പ സംഗമം നടത്തി. അതിന് ഉള്ള ധൂർത്തടി മുഴുവൻ വെളിയിൽ വന്നു. കള്ളക്കണക്ക് മുഴുവൻ കാണിച്ചത് വന്നു. കട്ടിൽ വാങ്ങിച്ചതിൻ്റെ കണക്ക് വന്നു. ചാപ്പാട് 400 പേരോ 600 പേരോ മാക്സിമം 400 പേര് പങ്കെടുത്തേക്കുന്ന സാധനത്തിൽ 5000 പേര് വന്ന് പുട്ടടിച്ചുകൊണ്ട് പോയതിൻ്റെ അത് മുഴുവൻ 6000 പേരൊക്കെ ഊണ് കഴിച്ചതിൻ്റെയും എല്ലാം ബില്ലും എല്ലാം വന്നു. മുഴുവൻ കള്ളക്കണക്ക് വെളിയിൽ വന്നു. പ്രശ്നമായി, നാണക്കേടായി. അതുകൂടാതെ അയ്യപ്പ സംഗമം അങ്ങോട്ട് നടത്തി കഴിഞ്ഞ ഉടനടി അയ്യപ്പന് മനസ്സിലായി ഇത് പ്രശ്നമാണ്. ഏതായാലും അയ്യപ്പൻ്റെ സ്വർണ്ണ കൊള്ള മുഴുവൻ ഇഞ്ഞ് വെളി വന്നു. പ്രശ്നമായി, നാണക്കേടായി. അപ്പം അത് ഇതുപോലെ ഓരോന്നോരോന്നും നാണക്കേടാ. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനകത്ത് വന്നേക്കുന്ന ഇപ്പം ഒരു പുതിയൊരു തീരുമാനം എടുത്തു കേട്ടോ. ആ പോലീസുകാർ അവർ ട്രെയിനിങ്ങും കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ആ പയ്യന്മാർ മുഴുവൻ ചെറുപ്പക്കാരാണ്. അവർ നടന്ന് അവരെ കാല് തേഞ്ഞു. അവർക്ക് ജോലി കൊടുത്തില്ല. സെക്രട്ടേറിയറ്റ് മുമ്പിൽ അവർ സമരം നടത്തി. ഒന്നും ഉണ്ടായില്ല. ഞാനും അവിടെ പോയി പ്രസംഗിച്ചതാണ്. ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ഒന്നും നടന്നില്ല, നടക്കാൻ പോകും. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടാണ്. അഭ്യസവിദ്യരായ കുട്ടികളാണ്. അതിനകത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സൊക്കെയാണ് കൂടുതലും ഉള്ളത്. അങ്ങനെയുള്ളവരുണ്ട്. അവരെല്ലാം ഒന്നും ജോലിയൊന്നും ഇല്ലാതെ അവരവസാനം നിരാശരായി. അവർ കോടതിയിലുമൊക്കെ കയറി ഇറങ്ങി നടന്ന് ഒന്നും അവർക്ക് കിട്ടിയില്ല. അവർ പോയി. ഇനി LDC ഞാൻ നേരത്തെ പറഞ്ഞു, ലോവർ ഡിവിഷൻ ക്ലാർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധപ്പെടുത്തിയായിരുന്നു. ആ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അതിന്ന് എത്രയാണെന്നറിയാം? 2% നിയമനം. 2% കൊടുത്തേക്കുന്നത്. കാരണം എന്താ? വേക്കൻസി എങ്ങും ഇല്ല എന്നുള്ളതാണ്. പിന്നെ വേക്കൻസി കുറയുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം പഴയ രീതിയിലുള്ള മാൻ പവർ ആവശ്യമില്ല സർക്കാർ ഓഫീസുകളിൽ പലപ്പോഴും. അതിൻ്റെ കാരണം ഈ കമ്പ്യൂട്ടറൈസേഷൻ വന്നതോടുകൂടി നമ്മളിരുന്ന് എഴുതി കണക്ക് കൂട്ടുന്നതിന് പകരം കമ്പ്യൂട്ടറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ കൊടുത്ത് അത് അന്നേരം അതിൻ്റെ കാര്യം റെഡിയാക്കി കയ്യിൽ തരും. അത് കമ്പ്യൂട്ടർ ഒന്ന് വർക്ക് ചെയ്യാൻ അറിഞ്ഞാൽ മതി. കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഒരു 5-6 പേരുടെ ജോലി അങ്ങനെ ഇല്ലാതാവും. കുറ്റമല്ല, അത് വരും. അത് നാട് വികസിക്കുമ്പോൾ അങ്ങനെ തന്നെ വരേണ്ടത്. അത് വരികയും വേണം ആൾക്ക്. അല്ല, പിന്നെ ഇതും മാത്രമല്ലല്ലോ. ഇപ്പോൾ ഇതെല്ലാം എന്തൊക്കെ വന്നാലും ഈ ആളുകൾക്ക് ജോലി, പബ്ലിക് എക്സ്ചക്കറിയിൽ നിന്ന് കാശെടുത്ത് ശമ്പളം കൊടുത്ത് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സേവനമല്ലേ, ജനസേവനമല്ലേ, ജനങ്ങളെ അവിടെ നന്നാക്കാനല്ലേ. അത് പിൻവാതിൽ നിയമനമൊന്നും അല്ലല്ലോ, നേരെ ചൊവ്വ നടത്തേണ്ടതല്ലേ. അതിനല്ലേ EPSC എന്ന് പറയുന്നത് നോക്കുത്തി ഇവിടെ വെച്ചേക്കുന്നത്. 22 എണ്ണം ഇരിക്കുകയാണ്. ചാപ്പാടുമൊക്കെ അടിച്ച് റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ? ഇനിയിപ്പോൾ അവർക്ക് ജോലി വളരെ കുറയും. അതിൻ്റെ കാരണം 36 വയസ്സായിരുന്നു ഇതുവരെ ഉദ്യോഗത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ജനറൽ കാറ്റഗറിയിൽ. അതുകൂടാതെ OBC കാണുന്നുണ്ടെങ്കിൽ, മുസ്ലിം ഉൾപ്പെടെയുള്ള OBC അവർക്ക് 39 വയസ്സ് വരെ ആയിരുന്നു. നേരെ മറിച്ച് ഈ ഷെഡ്യൂൾ ട്രൈബ് അവർക്ക് 41-43 വയസ്സെങ്ങാണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഉണ്ടല്ലോ എല്ലാം. നമ്മൾ ഒരു മന്ത്രി പറഞ്ഞില്ലയോ, വില വർധനയൊന്നും അല്ല വില വർധനയല്ല, സമയം ദീർഘിപ്പിച്ചതല്ല, ഏകീകരിച്ചാണ് ബാറിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ അങ്ങ് ഏകീകരിക്കാൻ തീരുമാനിച്ചു കേട്ടോ. എല്ലാം ഏകീകരിക്കുന്നില്ല. ജനറൽ കാറ്റഗറി 36 എന്നുള്ളത് 40 കൊണ്ടുവരുന്നു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതുവരെ 36 വയസ്സ് വരെ തെണ്ടി നടന്നാൽ മതിയായിരുന്നു. ജോലിയൊന്നും കിട്ടത്തില്ല, വെറുതെയാണ്. അതിന് അവർ കോഴ്സുമൊക്കെ പോയി പഠിച്ച് കഷ്ടപ്പെട്ട് IAS-നെ കഴിയും സിവിൽ സർവീസ് എഴുതിയാൽ ഇതിലും എളുപ്പമാണ്. അതിലും കടുകട്ടിയായ ചോദ്യങ്ങളാണ് ഈ ലോവർ ഡിവിഷൻ ക്ലാർക്കിൻ്റെ പരീക്ഷയ്ക്ക് LDC എക്സാമിനേഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഞാനതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ട്. ആൻസർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഈ പാവങ്ങൾ പോയി പരീക്ഷ എഴുതുന്നത്. ഇനിയിപ്പം ഈ 36 വയസ്സ് വരെ നടക്കാവുന്നവർക്കുണ്ടല്ലോ ഒരു കാലപരിധി ഉണ്ട്. 36 കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥതയായി, ഇനി കിട്ടത്തില്ല, അപ്പോൾ വേറെ വല്ല പണിക്കും പോകാം. ഇനി 40 വയസ്സ് വരെ ഇതുപോലെ തന്നെ നടക്കണം. അത് കഴിഞ്ഞേ വേറെ പണിക്ക് പോകാൻ പറ്റൂ. അപ്പോൾ 4 വർഷം അവർക്ക് അങ്ങനെ ആ കാര്യത്തിൽ ദീർഘിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേത് 43 വയസ്സാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ. അതെല്ലാം നല്ലത് ഇരുന്നോട്ടെ. കാരണം 43 വയസ്സിലൊക്കെ ജോലി കിട്ടിയിട്ട്
മറ്റേ ഷെഡ്യൂൾ ട്രൈബ് OBCക്ക് 43, SC STക്ക് അവർക്ക് 45. അതായത് സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ 11 വർഷം സർവീസ് കിട്ടും. ഒരു 45 വയസ്സുകാരൻ കയറി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ചെറിയ നാമമാത്രമായി ഒരു പെൻഷനോടുകൂടി ഇറങ്ങിപ്പോകണം. അതാണ് കാര്യം. ഫുൾ പെൻഷൻ കിട്ടുന്ന ആരുമില്ല. ആ രീതിയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഉള്ളുകള്ളി നമ്മളൊന്ന് തിരിച്ചറിയണം. കാരണം അഥവാ അബദ്ധത്തിൽ ഇവരെങ്ങാണം അധികാരത്തിൽ വന്നു പോയാൽ മാർച്ച് 31 വിരമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇത് അവരെ സർവീസിൽ നിന്ന് വിരമിക്കും, അങ്ങനെയുള്ളവരുണ്ട്. ആ വിരമിക്കുന്നവർക്കെല്ലാം കൂടെ പൈസ കൊടുക്കണ്ടേ, ഒരുപാട് കാശ് കൊടുക്കണം. അവരുടെ PF, അത് കൂടാതെ ഗ്രാറ്റുവിറ്റി, പിന്നെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ, ഇതെല്ലാം കൂടി എടുത്ത് കൊടുക്കണമെങ്കിൽ എത്രായിരം കോടി രൂപ വേണ്ടി വരും. അപ്പോൾ അത് ഒരു 4 വർഷത്തേക്ക് ഒന്ന് നിർത്തി വെച്ചാൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാർ വഴക്കുണ്ടാക്കാനും ഒക്കത്തില്ല. കാരണം ഞങ്ങളുടെ ജോലി സാധ്യതയില്ലാതെ പോന്നേ എന്ന് പറഞ്ഞ് സഹാക്കൾക്കൊക്കെ അവർക്കൊക്കെ പിൻവാതിൽ കൂടെ ഒരുപാട് എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി പിടിച്ചു വച്ചേക്കുന്നതുകൊണ്ട് മാത്രം അത് റെഗുലറൈസ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം 36 നമുക്ക് അതായത് നിങ്ങൾക്ക് 36 എന്നുള്ളത് 40 ആക്കിയില്ലയോ? അപ്പം 56 എന്നുള്ളത് 60 ആക്കിയാൽ എന്താ കുഴപ്പം? 4 വർഷം അങ്ങോട്ട് തള്ളാം, എളുപ്പമുണ്ടല്ലോ. അതിനുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഈ ഇറക്കി വച്ചേക്കുന്നത്. അത് തിരിച്ചറിയണം ഇതിൻ്റെ ചതികുഴി. ചെറുപ്പക്കാർ വളരെ കഷ്ടപ്പെടും ജോലി കിട്ടാൻ. കാരണം 36 40 ആക്കി. അത് അപ്പോൾ 56 റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് 60 ആക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദ മാത്രമല്ലേ, വെറും ന്യായമല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ന്യായം ഉണ്ടാക്കാനാണ് ഈ പരിപാടി ചെയ്തു വെക്കുന്നത്. ഏതായാലും ശരി, വളരെ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് ഈ പടാന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇനി വരും. ഒരുപാട് നമുക്ക് കളികൾ കാണാം ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ TV എങ്കിലും ഒന്ന് കാണണമായിരുന്നു. യഥാർത്ഥത്തിൽ കഷ്ടം, അത് പറ്റുന്നില്ല. ഇനി ഈ മാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റിനെയൊക്കെ സാധാരണ കണ്ടുകൂടല്ലോ, കടക്ക് പുറത്തല്ലേ. ഇപ്പം കടക്ക് പുറത്തെന്ന് പറയുന്ന പരിപാടിയില്ലല്ലോ. ഇപ്പം ഈ കടക്ക് പുറത്ത് പറയുന്നവരെ എല്ലാം നേരെ അവരെ കൈപിടിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ശരിയാണ്. കാരണം എന്താണെന്നറിയോ? പരസ്യം വേണം. ഇനി പരസ്യം ഇത് മാത്രം, ഇതിനൊക്കെ എത്ര കോടി രൂപയാണ് ചിലവാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ മാധ്യമങ്ങളിലെല്ലാം, ഈ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ ഈ പരസ്യം കൊടുക്കുന്നതിന് എന്തുമാത്രം രൂപ ചിലവാകും? എത്ര രൂപ, എത്ര ആയിരം കോടി ചിലവാകും? ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? അത് ഒന്ന് ആലോചിച്ചാൽ മതി. ആയിരക്കണക്കിന് കോടിയൊന്നും ആവത്തില്ലായിരിക്കാം, എന്നാലും കോടികളാവുമല്ലോ. അതിൻ്റെ ഒരു കണക്ക് ഒന്ന് പ്രസിദ്ധപ്പെടുത്തട്ടെ. ചുണയുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ.